21 അംഗ കേരള മന്ത്രിസഭയിൽ ഒരു മന്ത്രി നൂൽപ്പാലത്തിലൂടെ നീങ്ങുകയാണ്. അതിന് നാളെ മന്ത്രിയാണോ എന്ന് വലിയ നിശ്ചയമൊന്നുമില്ല. പറഞ്ഞു വരുന്നത് NCPയുടെ നോമിനിയായ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ നോമിനിയായ ഏകമന്ത്രി AK ശശീന്ദ്രനെ കുറിച്ചാണ്. ഇലത്തൂർ മണ്ഡലത്തിൽ നിന്നും MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട AK ശശീന്ദ്രൻ ആദ്യ പിണറായി മന്ത്രിസഭയിലും മന്ത്രിയായിരുന്നു. ഇടയ്ക്ക് രാജിവെക്കേണ്ടി വന്നു. പിന്നീട് വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്തു. ഇപ്പോഴിതാ വീണ്ടും രണ്ടാം പിണറായി മന്ത്രിസഭയിലും മന്ത്രിയാണ്. NCP ഓർക്കുക, 2 MLAമാരുള്ള പാർട്ടിയാണ് NCP. അത് പാർട്ടി മന്ത്രിമാർക്ക്, പാർട്ടികൾ മുന്നണി സംവിധാനത്തിൽ LDF സംവിധാനത്തിൽ അനേക കക്ഷികളുണ്ട്. CPM വലിയ കക്ഷിയാണ്, ഏറെ മന്ത്രിമാരുണ്ട്. CPI രണ്ടാമത്തെ വലിയ കക്ഷി, അതിന് 4 മന്ത്രിമാരുണ്ട്. ഈ 2 MLAമാരുള്ള കക്ഷികൾക്ക്, ജനതാദൾ എസ് ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് 1 മന്ത്രി വീതം. എന്നാൽ 1 MLA മാത്രമുള്ള പാർട്ടികൾക്ക് 2.5 വർഷം വീതം റൊട്ടേഷൻ അനുസരിച്ച് മന്ത്രിസ്ഥാനം കൊടുക്കുക എന്ന ഫോർമുലയാണ് പിണറായി വിജയൻ രണ്ടാം സർക്കാർ സ്വീകരിച്ചത്. ഇവിടെ തർക്കമെന്ന് പറയുന്നത് NCPക്ക് ഉള്ളിലാണ്, അതിന് പുറത്തല്ല. NCP എന്ന പാർട്ടിയുടെ ഉള്ളിലാണ്. NCP എന്ന പാർട്ടി തന്നെ വലിയ പ്രതിസന്ധി നേരിടുന്നു. NCPക്ക് മഹാരാഷ്ട്രയിലാണ് ഏറെ വേരുകൾ. അതുണ്ടാക്കിയ ശരത് പവാർ എന്ന വലിയ നേതാവിൻ്റെ, മറാത്ത നേതാവിൻ്റെ ഉറ്റ അനുയായിയാണ് കേരളത്തിലെ സംഘടനാ ചുമതലയുള്ള കേരളത്തിൻ്റെ NCPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ PC ചാക്കോ. അദ്ദേഹം കോൺഗ്രസ് എസിലൂടെയും, ആദ്യം കോൺഗ്രസിലൂടെയും പിന്നീട് കോൺഗ്രസ് എസിലൂടെയും പവാറിൻ്റെ ഒപ്പം തന്നെയാണ്. പിന്നീട് വീണ്ടും കോൺഗ്രസിലും, ഇപ്പോഴിതാ NCPയുടെ സംസ്ഥാന അധ്യക്ഷനായി വരുന്നു. ശരത് പവാറിനോട് വ്യക്തിപരമായി അടുപ്പം പാലിക്കുന്ന കേരളത്തിലെ അപൂർവ നേതാക്കളിൽ ഒന്നാണ് PC ചാക്കോ. എന്നാൽ ഈ 2 MLAമാർ, PC ചാക്കോ MLA അല്ല, 2 MLAമാർ, ഒന്ന് കുട്ടനാട് MLA ആയ തോമസ് K തോമസ്, മുൻ മന്ത്രി, മുൻ MLA, കുട്ടനാട് MLAയുമായിരുന്ന, വ്യവസായി കൂടിയായിരുന്ന, കുവൈറ്റ് ചാണ്ടി എന്നുകൂടി അറിയപ്പെട്ടിരുന്ന തോമസ് ചാണ്ടിയുടെ ഇളയ സഹോദരൻ. അപ്പോൾ തോമസ് ചാണ്ടിയുടെ മരണത്തിന് ശേഷം ഉപതെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു വരികയും കഴിഞ്ഞ പിണറായി നയിച്ചിരുന്ന ആ ഒരു സംവിധാനത്തിൽ അതിൻ്റെ ഭാഗമായി MLA ആയി വരികയും പിന്നീട് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വീണ്ടും MLA ആയി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത തോമസ് K തോമസിൻ്റെ ഒരു ആഗ്രഹം, തനിക്ക് മന്ത്രിയാവണം. അപ്പോഴെങ്ങനെയാണ് ഒരു മന്ത്രിക്ക് മാത്രമേ സ്കോപ്പുള്ളൂ? അങ്ങനെയെങ്കിൽ NCPയുടെ നോമിനിയായി മന്ത്രിസഭയിലെത്തിയ AK ശശീന്ദ്രൻ മാറിക്കൊടുക്കണം. അപ്പോൾ 2021 തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ തോമസ് ഉപാധി വെച്ചു. 2.5 വർഷം ഒരാൾക്കും അടുത്ത 2.5 വർഷം മറ്റൊരാൾക്കും. അങ്ങനെ മാറിക്കൊടുത്ത ചെറിയ പാർട്ടികളുണ്ട്. നമുക്കറിയാം, KB ഗണേഷ് കുമാർ വന്നത് ആന്റണി രാജു ഒഴിഞ്ഞു കൊടുത്ത ഒഴിവിലാണ്. പക്ഷേ 2 പാർട്ടികൾ തമ്മിലുള്ള കൈമാറ്റമാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു മാറ്റവും കണ്ടു. അപ്പോൾ 4 മന്ത്രിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ NCPയുടെ കാര്യം മാത്രമല്ല, ഒരു പാർട്ടിക്കുള്ളിൽ തന്നെ വരുന്ന മാറ്റമാണ് ഇവിടെ സംഭവിച്ചത്. PC ചാക്കോയുടെ പിന്തുണ ഈ അടുത്ത കാലം വരെ ശശീന്ദ്രനായിരുന്നു. പക്ഷേ അടുത്ത കാലത്ത് കുട്ടനാട് MLA തോമസ് K തോമസിനോട് PC ചാക്കോയ്ക്ക് പ്രത്യേകമായ മമത കൂടി. അത് മാത്രമല്ല, ഒരുപക്ഷെ പവാറുമായി ആരാണ് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് എന്നൊരു ചോദ്യമുണ്ടായി. ശശീന്ദ്രൻ വലിയ പ്രായമുള്ള ഒരാളാണ്, 78 വയസ്സുള്ള ആളാണ്. അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് തുടരുകയാണെങ്കിൽ പിണറായി ഗവൺമെൻറ്റിൻ്റെ അവസാനമാകുമ്പോൾ 80 വയസ്സാകും. ഇനിയൊരു രാഷ്ട്രീയ അംഗത്തിന് ബാല്യമില്ലാത്ത ആളാണ്. പക്ഷേ കേവലം 68 വയസ്സ് മാത്രം പ്രായമുള്ള തോമസ് K തോമസിന് ഇനിയും ഒരുപക്ഷെ ഒരു തെരഞ്ഞെടുപ്പിൽ കൂടി ജയിക്കാനുള്ള ബാല്യമുണ്ട്. അതുകൊണ്ട് ഇനിയും സാധ്യതയുണ്ട് എന്ന് വേണമെങ്കിൽ ഭംഗ്യാന്തരേണ പറയാൻ സാധിക്കും. പക്ഷേ കുട്ടനാട് വേറൊരു വെളിയിൽ നിന്ന് വന്ന, പുറത്തുനിന്ന് വന്ന ഒരു പ്രവാസിയായി തുടങ്ങി വ്യവസായിയായി വന്ന ഒരു റെജി എന്ന് പറയുന്നൊരു വ്യക്തി, റെജി ചെറിയാൻ, അദ്ദേഹത്തിന് പാർട്ടിയിലേക്ക് കടന്നു വരികയും അദ്ദേഹം പാർട്ടിയുടെ ഉന്നത നേതാക്കളുമായി നല്ല ബന്ധത്തിലാവുകയും ഒക്കെ ചെയ്തപ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തെ പരിഗണിച്ചാൽ കുട്ടനാട് സീറ്റ് തോമസ് K തോമസിന് നഷ്ടപ്പെടും എന്ന അവസ്ഥയായി. എന്നാൽ ആ ഒരു ഭീഷണി പോയി. അദ്ദേഹം ഒരുപക്ഷെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലേക്ക് പോവുകയാണെങ്കിൽ UDFൻ്റെ ഭാഗമായി മാറും. അതൊക്കെ സംസാരത്തിലിരിക്കുന്ന കാര്യങ്ങളാണ്, കൃത്യമായി നമുക്ക് പറയാനൊക്കുന്ന കാര്യങ്ങളല്ല. അങ്ങനെയെങ്കിൽ തോമസ് K തോമസിന് നൗ ഓർ നെവർ എന്നൊരവസ്ഥ വരും. അതുകൊണ്ട് അതിശക്തമായി പിണറായി വിജയൻ്റെ മേൽ സ്വാധീനം ചെലുത്തുകയാണ്. പിണറായി വിജയൻ കൈമലർത്താനേ ആവൂ. കാരണം മുഖ്യമന്ത്രിയാണ് മന്ത്രിമാരെ നിയമിക്കേണ്ടതെങ്കിലും
ഘടകകക്ഷികളുടെ കെയർ ഓഫിൽ ആരാണ് മന്ത്രിസഭയിൽ ഉണ്ടാവേണ്ടത് എന്ന് തീരുമാനിക്കാൻ മുന്നണി മര്യാദ അനുസരിച്ചുകൊണ്ട് ഘടകകക്ഷി നേതൃത്വത്തിന് തന്നെയാണ് അതിനുള്ള അവസരം. അതുകൊണ്ട് പി.സി. ചാക്കോ തീരുമാനിക്കണം, സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കണം. അതാണ് തോമസ് കെ തോമസിൻ്റെ ബലവും. കൂടുതൽ ജില്ലാ കമ്മിറ്റികളും ജില്ലാ അധ്യക്ഷന്മാരും തോമസ് കെ തോമസ് മന്ത്രിയാകണം, ശശീന്ദ്രൻ മാറിക്കൊടുക്കണം. കാരണം ദീർഘകാലമായി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആളാണ്, 2 ടേമായി മന്ത്രിസഭയിലുള്ള ആളെന്നുള്ള നിലയിൽ അദ്ദേഹം ഇത്രയും പ്രായവുമായി അദ്ദേഹത്തിനൊന്ന് മാറിക്കൊടുത്താൽ എന്താ എന്ന ചിന്ത കേരളത്തിനുള്ളിലെ NCP-യിലുണ്ട്. അതുമാത്രമല്ല, ശശീന്ദ്രൻ ഒരുപക്ഷെ ഈ വനം വകുപ്പുമായി ബന്ധപ്പെട്ട് ഈ കാട്ടാന ഇറങ്ങുന്നു ഇടുക്കി ജില്ലയിൽ, വയനാട് ജില്ലയിൽ. അപ്പോൾ അതുമാത്രമല്ല, വനവുമായി ബന്ധപ്പെട്ട കൊള്ളകൾ, ഇതിനെല്ലാം വലിയ തോതിൽ ശുഷ്കാന്തി കാണിക്കാൻ അത്രയും പ്രായമായ ആളെന്നുള്ള നിലയിൽ വേണ്ട ഗൗരവം, വേണ്ട ജാഗ്രത പുലർത്താൻ ഒരുപക്ഷെ ശശീന്ദ്രന് കഴിയുന്നില്ല എന്ന ചിന്ത കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനിടയിലുമുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ട് മാറിക്കൊടുത്തുകൂടാ, ഒരു പരീക്ഷണമായിക്കൂടാ. ക്യാബിനറ്റ് റീഷഫിൾ എന്ന് പറയുന്നത് അസാധ്യമായൊരു കാര്യമൊന്നുമല്ല, ഒരു ജനാധിപത്യ മര്യാദ മാത്രമാണ്. അവിടെയാണ് ശശീന്ദ്രൻ ഒരു പൂഴിക്കടകൻ എടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ മാറ്റാം, പക്ഷേ ഞാൻ MLA സ്ഥാനം രാജിവെക്കും. നോക്കൂ, MLA സ്ഥാനം രാജിവെക്കുക എന്ന് പറഞ്ഞാൽ മന്ത്രിസ്ഥാനത്തു നിന്ന് മാറ്റിയാൽ ഇലത്തൂർ MLA ആയ ശശീന്ദ്രൻ രാജിവെച്ചാൽ ഇലത്തൂർ ഒരു തെരഞ്ഞെടുപ്പ് വേണ്ടി വരും. ആ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള മണ്ഡലം തന്നെയാണ്, പക്ഷേ അത് കൃത്യമായി ജയിച്ചു വരും എന്ന് ഉറപ്പുവരുത്താനാവില്ല. ഇപ്പം കൊല്ലത്ത് M. മുകേഷിനെതിരെ ഉള്ള ആരോപണം, കാരണം സിനിമാ താരം എന്നുള്ള നിലയിൽ വരുത്തിവെച്ച അപകീർത്തികൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ, ആ ആരോപണ ശരത്തെ നേരിടാനായി ധാർമ്മികത ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കണം എന്ന മുറവിളി കേരള സമൂഹത്തിൽ പല രീതിയിലുണ്ട്, പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. ആരോപണങ്ങൾ നേരിടുന്ന മന്ത്രിമാർ രാജിവെക്കുന്ന കീഴ്വഴക്കമുണ്ടെങ്കിലും MLA-മാർ രാജിവെക്കുന്ന കീഴ്വഴക്കമില്ല. ഇനി അവസാനം കുറ്റവിമുക്തനാക്കപ്പെട്ടാൽ തിരിച്ച് MLA പദത്തിലേക്ക് വരാനാവില്ല. രാജിവെച്ചു കഴിഞ്ഞാൽ ഇനി ഒരു തെരഞ്ഞെടുപ്പിലൂടെ മാത്രമേ മറ്റൊരാൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ തിരിച്ചെത്താനാവൂ. അതുകൊണ്ട് ശശീന്ദ്രൻ രാജിവെക്കുമെന്ന തുറുപ്പ് ചീട്ട് ഏതാണ്ട് ദേശീയ മട്ടാണ്. അതുകൊണ്ട് കൃത്യമായി ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്തുനിന്ന് പുറത്താക്കാൻ ആവാത്ത ഒരവസ്ഥയാണ്. ഇപ്പോൾ നൂൽപ്പാലത്തിലൂടെയാണ് ശശീന്ദ്രൻ നടക്കുന്നത് എന്ന് ഞാൻ പറയാൻ കാരണം, ഒരുപക്ഷെ അദ്ദേഹത്തിന് മാറിക്കൊടുക്കേണ്ടി വരും. സംഘടനയ്ക്കുള്ളിൽ നിന്ന് തന്നെ വലിയ തോതിലുള്ള സമ്മർദ്ദമുണ്ട്. ഒരുപക്ഷെ പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ടേക്കാം, പറഞ്ഞ കാര്യങ്ങൾ ബോധിപ്പിച്ചേക്കാം, അല്ലെങ്കിൽ സംഘടനയുടെ ചുമതല ഏതെങ്കിലും രീതിയിൽ ദേശീയ തലത്തിൽ NCP എന്നത് ഒരു പാർട്ടിയാണ്, ദേശീയ തലത്തിലെ അറിയപ്പെടുന്നൊരു പാർട്ടിയാണ്, അവിടെ എന്തെങ്കിലും സംഘടനാ ചുമതലകൾ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്തേക്കാം. എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ NCP-യുടെ മന്ത്രി അല്ലെങ്കിൽ ആ മന്ത്രിസ്ഥാനം മന്ത്രിസഭയുടെ ശോഭ കെടുത്താൻ, പിണറായി വിജയൻ മന്ത്രിസഭയുടെ ശോഭ കെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങും എന്നാണ് ഇപ്പോഴത്തെ സൂചന. അതുകൊണ്ട് ഏതാണ്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ രമ്യമായൊരു പരിഹാരം ഉണ്ടായില്ല എങ്കിൽ ഈ വിഷയം പുകഞ്ഞു കത്തിക്കൊണ്ടിരിക്കും. ഈ പിണറായി മന്ത്രി ഇനി വരാൻ പോകുന്ന 2 വർഷക്കാലത്തോളം ഈ വിഷയം ഇങ്ങനെ സജീവമായി പുകഞ്ഞുകൊണ്ടിരിക്കാൻ കേരളത്തിൻ്റെ ഒരു അന്തരീക്ഷം അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിലൊരു തീരുമാനം, ഒന്നുകിൽ മന്ത്രിസഭയിൽ തുടരുക അല്ലെങ്കിൽ മാറി MLA ആയി അച്ചടക്കത്തോടു കൂടി കഴിഞ്ഞുകൂടുക എന്ന ഈ 2 ഓപ്ഷനിൽ ഒന്ന് സ്വീകരിക്കാൻ ശ്രീ ശശീന്ദ്രൻ നിർബന്ധിതനാകും എന്നാണ് എനിക്ക് തോന്നുന്നത്.